മനുഷ്യൻ പരസ്പരം തൻ്റെ കാര്യങ്ങൾ പങ്കുവെക്കുകയും ഗുണദോഷിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹ ജീവിയാണ് മനുഷ്യൻ. തിന്മയിലേക്ക് മനുഷ്യനെ വഴിതെറ്റിക്കുന്നതും നന്മയിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്നതും പലപ്പോഴും നാം കാണാറുണ്ട്. പലരും തിന്മയിലേക്ക് മാടി വിളിക്കും, എന്നാൽ പലർ നമ്മൾ നന്മയിലേക്ക് മാടി വിളിക്കും. ഏതിലേക്കാണ് നാം ചെന്ന് കയറേണ്ടത്, ഏത് പടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ വന്നതാണ്. തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ അതിനെക്കുറിച്ച് പഠിപ്പിച്ചത്. ഖുർആനിൻ്റെ ഒരുപാട് ഇടങ്ങളിൽ അതിനെക്കുറിച്ച്, നന്മയെ കൽപ്പിക്കുന്നതിനെക്കുറിച്ച്, തിന്മയെ നിരോധിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്മാരുടെ ഒരുപാട് ശിഷ്യന്മാരും അവിടുന്ന് കടന്നു വന്ന പ്രവാചകന്മാരുടെ അനുയായികളും എല്ലാവരും ആ വഴി തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ആ വഴി സ്വീകരിക്കുക എന്നുള്ളതാണ്, ആ വ്യക്തമായ പാത പിന്തുടരുക എന്നുള്ളതാണ് ഏറ്റവും നേരായ മാർഗമെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ, പഠിച്ചാൽ, അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞാൽ നമുക്ക് ഓർക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഹാജിമാരൊക്കെ പുണ്യകർമ്മത്തിനുള്ള ഒരുക്കത്തിൽ ആ ആരാധനയിലൊക്കെ കഴിഞ്ഞുകൂടുകയാണ്. ഈ നേരത്ത് നമുക്കുണ്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനും ചില കാര്യങ്ങൾ ആലോചിക്കുവാനും. അവരവിടെ വലിയ ത്യാഗങ്ങളിൽ ഓരോ ഇബാദത്തുകളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം ഇവിടെ ചില ഇബാദത്തുകളും ആരാധനകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മാസത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ഉണർത്തിയതുപോലെ ഏറ്റവും പ്രധാനമായി കൊണ്ട് ഹജ്ജ് നമ്മെ ഉണർത്തുന്നത് വിനയാന്വിതനായിക്കൊണ്ട് ലാളിത്യമുള്ള ജീവിതം നയിക്കണമെന്നുള്ള, ഏറ്റവും നല്ല മനുഷ്യനായി ലളിതമായി ലാളിത്യത്തോടു കൂടി ജീവിക്കണമെന്നുള്ള ഒരു ഏറ്റവും വലിയ സന്ദേശമാണ്. പരിശുദ്ധമായ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ നുസ്ബിൻ യുഫിദൂൻ. ഏതുപോലെയാണ് കഅന്നഹും ഇലാ നുസ്ബിൻ യുഫിദൂൻ, അവരൊരു നാട്ടക്കുറിയുടെ നേരെ ധൃതിപ്പെട്ടു പോകുന്നത് പോലെ ഖബറുകളിൽ നിന്ന് ആളുകൾ പുറപ്പെട്ടു പോകുന്ന ദിവസമുണ്ട്. ആ ദിവസം ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്ന ഈ ഒരു ധൃതി നമ്മുടെ ഹജ്ജ് കർമ്മങ്ങളിൽ പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നോക്കുക, ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും എടുത്തു നോക്കുക. തവാഫിന്റെ സമയത്ത് ആ ഹാജിമാരിങ്ങനെ അവരിങ്ങനെ റൗണ്ട് ചുറ്റുന്ന, അവരിങ്ങനെ തവാഫ് ചെയ്യുന്ന ആ ഒരു സമയം, അതിന്റെ സ്പീഡ്, അതിന്റെ വേഗത, അതുപോലെ ഓരോ ഇബാദത്തുകളിലും മിനയിലും മുസ്ദലിഫയിലും ഓരോ ഇടങ്ങളിലും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹാജിമാര് അവരൊരു വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രത്യേക ധൃതിയിൽ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അള്ളാഹുവിന്റെ പരലോകത്തേക്ക് നാളെ കടന്നു പോകും. നാളെ അള്ളാഹുവിന്റെ ഖബറിൽ നിന്ന് പരലോകത്തേക്ക് മനുഷ്യർ കടന്നു പോകുമെന്നാണ്. ആ ലോകത്ത് ഈ ഹാജിമാര് അവിടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, മുസ്ദലിഫയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ, സഫാ മർവയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ അവിടെ വർഗത്തിനോ പണത്തിനോ പദവിക്കോ ഒന്നിനും സ്ഥാനമില്ല, ഒരു പവറിനും അവിടെ സ്ഥാനമില്ല, ആർക്കും അവിടെ ഒരു പവർ കൊണ്ട് സ്ഥാനമില്ല. എല്ലാവരും തുല്യരാണ്, എല്ലാവരും ഒരുപോലെ റബ്ബിന്റെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിന്റെ ലക്ഷ്യം തഖ്വയാണ്, എല്ലാവരുടെയും മനസ്സിന്റെ ലക്ഷ്യം ഹജ്ജാണ്. അതല്ലാതെ മറ്റെന്താണ് അവിടെയുള്ളത്? അതല്ലാതെ ഹജ്ജിന്റെ ലക്ഷ്യമല്ലാതെ, തഖ്വയല്ലാതെ എന്ത് പാതയമാണ് അവിടേക്ക് കൊണ്ടുപോകാനുള്ളത്? അതുകൊണ്ട് ഈ സൂറത്ത് ഒട്ടേറെ കാര്യങ്ങൾ, ഹജ്ജ് എന്ന സൂറത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യന്റെ എളിമത്തത്തെ കുറിച്ചാണ്. മണ്ണിൽ നിന്ന് ആരംഭിച്ച് ബീജമായി, രക്തക്കട്ടയായി, മാംസമായി, അത് എല്ലായി, അതിന് പിന്നെ മാംസം പൊതിഞ്ഞ് ശിശുവായി, അങ്ങനെ ജനിച്ച് അത് ഒരു കുട്ടിയായി മാറുന്നു. ഇത് പരിശുദ്ധമായ ഖുർആൻ മുമ്പേ രേഖപ്പെടുത്തി വെച്ചതാണ്. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم
എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ നമുക്ക് സാക്ഷിയാൽ. നിങ്ങൾ ആ വചനങ്ങൾ എടുത്തു നോക്കുക, അതിന്റെ അർത്ഥങ്ങളിലേക്കൊന്ന് കടന്നു നോക്കുക. എവിടെയാണ് അതിന്റെ അർത്ഥങ്ങൾ മനുഷ്യന്, എവിടെയാണ് മാർഗനിർദ്ദേശം നൽകുന്നത്, എവിടെയാണ് മനുഷ്യന്റെ നല്ല ബോധം നൽകുന്നത്. എന്ന് തുടങ്ങിയ ആയത്ത് ഇങ്ങനെ അവസാനിക്കുകയാണ്. അല്ലാഹ് പറയുന്നു, ഞാനാണ് മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്, ഞാനാണ് മനുഷ്യരെ മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്, ഞാനാണ് ബീജമായി കൊണ്ട് നിങ്ങളെ ഭ്രൂണത്തിൽ നിന്നും മാംസത്തിൽ നിന്നും അത് കഴിഞ്ഞ് സൃഷ്ടിച്ചത്. ഇങ്ങനെ തുടങ്ങി ഓരോ ഘട്ടങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുപോകുന്നത് ഞാനാണ് എന്ന് പറയാൻ അധികാരമുള്ളത് അല്ലാഹുവിനെ മാത്രമാണ്. ഈ ലോകത്ത് കടന്നു വന്ന ഏത് മനുഷ്യന്മാർക്കും ഞാനാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ അനുവാദമില്ല. ഞാൻ എന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ അനുവാദമുള്ളത് അത് റബ്ബിന് മാത്രമാണ്. ചില കാര്യങ്ങളിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത്യാവശ്യ ഘട്ടങ്ങൾ അത് ആരാ പോയിരുന്നത്? ഞാനാണ് പോയിരുന്നത്. അല്ല, അത് ആരാ ചെയ്തത്? ചില ഘട്ടങ്ങളിൽ, അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണത് ഈ ഞാൻ എന്നുള്ള വാക്ക്. അതല്ലാതെ ഞാൻ എന്നുള്ള വാക്ക് അത് ഉപയോഗിക്കാൻ ഏറ്റവും അർഹതയുള്ളത് മാലിക്കായ, റാസിക്കായ, ഖാലിഖായ അല്ലാഹുവിനെ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എന്ന മനോഭാവം ഏതൊരു ഹാജിയാണോ ഒഴിവാക്കുന്നത്, ഏതൊരു വിശ്വാസിയാണോ ഒഴിവാക്കുന്നത്, അവന് ദുൽഹിജ്ജ കിട്ടി, അവന് ഹജ്ജ് കിട്ടി, അവന് തഖ്വ കിട്ടി, അവനെ കടന്നുപോയ മാസങ്ങളുടെ പ്രതിഫലങ്ങൾ ലഭിച്ചു. അതുകൊണ്ട് അത് പ്രത്യേകമായി ലാളിത്യം, എളിമയോടുകൂടി ജീവിക്കുക, അതാണ് ഏറ്റവും പ്രധാനമായി കൊണ്ട് ഈ മാസവും ഈ ദിവസങ്ങളും ഈ ഇബാദത്തുകളും മനുഷ്യനെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്, തർക്കങ്ങളിലൊന്നും ഏർപ്പെടാതെ വളരെ സുന്ദരമായി കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്ന, ഏറ്റവും നല്ല നാവ്, ഏറ്റവും നല്ല സ്വഭാവക്കാരായി മാറുക എന്നുള്ളതാണ്. ചില ആളുകളുണ്ട് വെറുതെ തർക്കിച്ചു കൊണ്ടിരിക്കും. അത്ര പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. യാതൊരു അറിവോ ഇല്ലാതെ, യാതൊരു മാർഗദർശനമോ കൂടാതെ അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ വെറുതെ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്നവരാണ്. അങ്ങനെയുള്ളവർ ഖിയാമത്ത് നാളിൽ ചുട്ടരിയുന്ന ശിക്ഷ അനുഭവിക്കുന്നതാണ്. വെറുതെ ഒരു കാര്യമില്ല, ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ ലക്ഷത്തോളം വരുന്ന സഹാബാക്കൾ നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഓരോരുത്തരുടെയും രക്തവും ഓരോരുത്തരുടെയും അഭിമാനവും പവിത്രമാണ്. ഇന്നേ ദിവസം പവിത്രമായതുപോലെ, ഈ മാസം പവിത്രമായതുപോലെ ഓരോരുത്തരുടെയും രക്തവും അഭിമാനവും പവിത്രമാണ്. പ്രവാചകൻ വ്യക്തമായി സഹാബാക്കളെ, ലക്ഷത്തോളം വരുന്ന സഹാബാക്കളെ ഉപദേശിക്കുകയാണ്, ഖുത്ബ നടത്തുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് പ്രവാചകന്റെ ആ ഖുത്ബ ഓരോരുത്തർക്കും മാതൃകയാണ്. ഇന്ന ദിമാഅകും വഅംവാലകും അലൈക്കും ഹറാം. മനുഷ്യരെ, ഈ പ്രദേശത്തിന്റെയും മാസത്തിന്റെയും സുദിനത്തിന്റെ പവിത്രത പോലെ നിങ്ങളുടെ രക്തത്തിനും അഭിമാനത്തിനും സമ്പത്തിനും പരസ്പരവും ആദരവ് കൽപ്പിക്കേണ്ടതാണ്. വളരെ വ്യക്തമാണ്. ആ ഖുത്ബ നിങ്ങൾ അനുസരിച്ചാൽ മതി. ആ ഖുത്ബ സഹാബാക്കൾ അനുസരിച്ചതുപോലെ ഞാനും നിങ്ങളും അനുസരിച്ചാൽ മതി. അടുത്തതായി പറഞ്ഞത്, പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി ഹജ്ജ് ചെയ്യുന്ന ആളുകളുണ്ട്, പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി ഉദഹിയത്ത് അറുക്കുന്ന ആളുകളുണ്ട്. സൂചിപ്പിച്ചിരുന്നല്ലോ, ചില ആളുകൾ പേരും പ്രശസ്തിക്കും വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. അതിനൊന്നും പെടാൻ പാടില്ല. അതിനൊന്നും അല്ലാഹുവിനോട് കാവൽ തേടേണ്ടതുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ് ഫഇൻ അസാബഹു ഖൈറു തുമഅന്ന ബിഹി വഇൻ അസാബഹു ഫിത്നതുൻ ഖലബ അലാ വജ്ഹിഹി ഖസിറ الدنيا والآخرة ذلك هو الخسران المبين ومن الناس من يعبد الله. ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, മയ്യഅ്ബുദുല്ലാഹ അലാ ഹർഫ്, ദീനിന്റെ വക്കത്തിൽ അല്ലാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ. എന്താണ് അവരുടെ പ്രത്യേകത? ഫഇൻ അസാബഹു ഖൈറു തുമഅന്ന ബിഹി
ബിഹി, അവർക്ക് വല്ല നന്മയും ബാധിച്ചു കഴിഞ്ഞാൽ, അവരുടെ ജീവിതത്തിൽ വല്ല ഗുണവും ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലാഹു അവർക്ക് വല്ല ഖൈറും നൽകി കഴിഞ്ഞാൽ, ഇത്മഅന്ന ബിഹി, അവര് സമാധാനമടയും. അവർക്ക് നല്ല സുഖമായി വരും, നല്ല വർത്താനൊക്കെ പറയും. എന്നാലോ വഇന്ന സാബഹു ഫിത്നതുൻ ഖലബ അലാ വജ്ഹിഹി, അവർക്ക് എന്തെങ്കിലും തിന്മ പിടിപെട്ട് കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും മുസീബത്ത് പിടിപെട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ, വഇന്ന സാബഹു ഫിത്നതുൻ ഖലബ അലാ വജ്ഹിഹി, അവൻ അവന്റെ പാട്ടിലേക്ക് മറിഞ്ഞു കളയുന്നതാണ്. എന്ന് വെച്ചാൽ അക്ഷമക്കേട്, ക്ഷമയില്ലാത്ത സ്വഭാവം കാണിക്കും, അസഹനീയത കാണിക്കും, വൃത്തികെട്ട സ്വഭാവങ്ങൾ പുറത്തേക്ക് വരും. അതുകൊണ്ട് അങ്ങനെയുള്ളവനാവല്ലേ, ദീനിന്റെ വക്കത്തിരുന്ന് ആരാധിക്കുന്നവനാവല്ലേ. അത് പ്രത്യേകം ഈ മാസം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ ഹജ്ജ് നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ ദുൽഹിജ്ജ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകം ഓരോ പോയിന്റുകളും അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കുക. നമ്മുടെ ചിന്ത എന്താണ്? അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത എന്താണ്? അവിടുത്തെ നാടാണ്. നാടിനൊക്കെ വലിയ പവിത്രതയുണ്ട്. പക്ഷേ അവിടെ എത്തിയാൽ ഓരോ മനുഷ്യന്റെയും ചിന്ത എന്താണ്? അള്ളാഹു പ്രധാനമായിട്ട് തൗഹീദാണ്. അത് കഴിഞ്ഞാലോ അവിടെ ഇബ്രാഹിം നബിയുടെയും ഹാജറ ഉമ്മയുടെയും അതുപോലെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ത്യാഗോജ്ജലമായ പരിശ്രമങ്ങൾ അത് ഓർത്തുകൊണ്ട് ഇങ്ങനെ അത് സ്മരിച്ചുകൊണ്ടുള്ള ഇബാദത്തുകളാണ്, അല്ലേ? അതല്ലാതെ എന്തിനാണ് അവിടെ പോകേണ്ടത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോ ആ ഒരു ലക്ഷ്യമല്ലാതെ നെയ്യത്ത് വല്ലതും മാറ്റിമറിച്ചുകൊണ്ട് അവിടെ പോയിട്ട് ഉണ്ടാക്കാം, അവിടെ പോയിട്ട് പലതും ചെയ്യാൻ കാട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. അവിടുത്തെ ലക്ഷ്യം ഹജ്ജാണ്, അവിടുത്തെ ലക്ഷ്യം ഇബാദത്താണ്. അതുകൊണ്ട് പഠിപ്പിക്കുന്നത് ഇബ്രാഹിം നബിയെ പോലെ നല്ലൊരു പിതാവാകണം, ഇബ്രാഹിം നബിയെ പോലെ നല്ലൊരു ഉപ്പയാകണം, പ്രവാചകനാകണം, ഹാജറയെ പോലെ നല്ലൊരു സ്ത്രീയാകണം, ഹാജറയെ പോലെ നല്ലൊരു ഉമ്മയാകണം, ഇസ്മായിലിനെ പോലെ നല്ലൊരു മകനാവണം. എത്ര വ്യക്തമാണ് പാഠങ്ങൾ, എത്ര വ്യക്തമാണ് ആ പ്രവാചകൻ പഠിപ്പിച്ച ഓരോ മാർഗദർശനങ്ങളും. നാലാമത്തതായിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്നുള്ള ഏറ്റവും വലിയ സന്ദേശം അതാണ്, തൗഹീദാണ്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിഗ്രഹങ്ങളെയും ആ ഹജ്ജത്തുൽ വിദായിൽ പ്രവാചകന്റെ ഖുത്ബയിൽ പറയുന്നുണ്ടല്ലോ, ഈ ഭൂമിയിലുള്ള എല്ലാ ശൈത്താന്റെ എല്ലാ വിഗ്രഹങ്ങളും തുടച്ചു നീക്കുകയാണ്. ഇന്നേ ദിവസം മുതൽ അള്ളാഹുവിനെ മാത്രം ഇവിടെ ആരാധിക്കുകയാണ്. ഒന്നുമില്ല, ഇനി ഒന്നും ബാക്കിയില്ല. ശൈത്താന്റെ ഒരു കുടിയിരുത്തലുകളുമില്ല, ലാത്തയില്ല, ഉസ്സയില്ല, മനാത്തയില്ല, എല്ലാം അവസാനിപ്പിച്ചു. ഇനി എന്താണുള്ളത്? അതുകൊണ്ട് യഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വലാ യൻഫഉഹു വമാ യൻഫഉഹു ദാലിക ഹുവൽ ളലാലുൽ ബഈദ്. അല്ലാഹുവിന്റെ പുറമെ വല്ലവരെയും, അല്ലാഹുവിന്റെ പുറമെ യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എത്ര വലിയ വഴികേടാണ്, എത്ര വലിയ വഴികേടാണ്. ചിന്തിക്കണം, അതിനെക്കുറിച്ച് ആലോചിക്കണം. എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കേൾക്കാറുണ്ട്. പലരും പലയിടത്തും പോയി വാഹനത്തിലും വീടിലും മറ്റ് പലയിടങ്ങളിലും ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ പലതും കുഴിച്ചിടലും പലതും കെട്ടിത്തൂക്കലും ഒക്കെ ചെയ്യുന്നവരുണ്ട്. ആലോചിക്കണേ, ഏറ്റവും വലിയ സന്ദേശമാണ് അവിടെ നൽകുന്നത്. ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹുവിന്റെ കഅബയിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ, ഈ നാട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ ഹജ്ജിന് വേണ്ടി കഅബയിലേക്ക് ഹറമിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ, അവിടെയുള്ള ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഒരിക്കൽ പോലും അള്ളാഹുവിനെ അല്ലാതെ ആ മണ്ണിൽ ഒരാളെയും പിടിക്കുന്നില്ല, ഒരു സൃഷ്ടിയെ പോലും പിടിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഇവിടെ ആത്മീയ കച്ചവടങ്ങൾ ചെയ്യുന്ന തങ്ങന്മാര് അവിടെ പോയിട്ട് ആരെയാ വിളിക്കുന്നത്? അള്ളാനെ മാത്രമാണ്.
അള്ളാഹനെ മാത്രമാണ്. പക്ഷേ അത് ഇവിടെ നടക്കും അവിടെ നടക്കുന്നില്ല. എന്താണ് കാരണം? അത് സത്യത്തിന്റെ മണ്ണാണ്, അത് ധർമ്മത്തിന്റെ മണ്ണാണ്, അത് നീതിയുടെ മണ്ണാണ്. അനീതി അവിടെ ഒരിക്കലും വെച്ച് വാഴിക്കുന്നതല്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് തൗഹീദ് സത്യമാണ്. ആ തൗഹീദ് അള്ളാഹുവിന്റെ മണ്ണിൽ അവിടെ അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതല്ലാതെ പലരും റൂം എടുത്തിട്ടും അതുപോലെ തന്നെ വാടകയ്ക്ക് മറ്റുള്ള പല കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യുന്നവരുണ്ട്. അതൊന്നും ഇതിൽ ഉൾപ്പെടില്ല. അവിടെ പരസ്യമായിട്ട് അള്ളാഹുവിനെ ഇല്ലാതെ ഒന്നിനെയും അവിടെ ആരും വിളിക്കുന്നില്ല. ഇനി അടുത്ത കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങോട്ടൊക്കെയാണ്, ഏതൊക്കെ പള്ളികളിലേക്കാണ് അള്ളാഹുവിന്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പോകേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലാ തുശദ്ദുർ റിഹാൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, ഇല്ലാ സലാസതി മസാജിദ. 3 പള്ളികളല്ലാതെ ദൂരത്തേക്ക് അള്ളാഹുവിന്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് 3 പള്ളികളിലേക്ക് യാത്ര ചെയ്യാൻ അനുവാദമുള്ളൂ. സാധാരണ നമ്മുടെ വീട്ടിൽ നിന്ന് നാട്ടിലെ പള്ളികളിലേക്ക് നടന്നു പോകുന്നതിന് ഓരോ കാലടിപ്പാതകൾക്കും കൂലിയുണ്ട്. അതല്ലാതെ ദൂരെയുള്ള ഏതെങ്കിലും ദർഗകളിലേക്കും മക്ബറകളിലേക്കും ജാറങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ആലോചിക്കേണ്ട ഹദീസ്, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഹദീസ്, കുടുംബങ്ങളിലും അതുപോലെ കൂട്ടുകാരിലും വഴികെട്ട് പോയ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ലക്ഷങ്ങളും 10,000ങ്ങളും ബസ് പിടിച്ചു പോകുന്ന ആളുകളുണ്ട്. പറഞ്ഞു കൊടുത്തേക്കണേ, ലാ തുശദ്ദുർ റിഹാലു ഇല്ലാ സലാസതി മസാജിദ, അൽ മസ്ജിദുൽ ഹറാം, അൽ മസ്ജിദുൽ ഹറം, വൽ മസ്ജിദുർ റസൂൽ. എന്ന് വെച്ചാൽ മസ്ജിദുൽ നബവി, അൽ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സ. ഈ 3 പള്ളികളിലേക്കല്ലാതെ മസ്ജിദുൽ ഹറമിലേക്കും പ്രവാചകന്റെ മസ്ജിദുൽ നബവിയിലേക്കും അവിടെ നിന്ന് കഴിഞ്ഞ് മസ്ജിദുൽ അഖ്സയിലേക്കും ഈ 3 പള്ളികളിലേക്കാണ്, ഈ 3 ഇടങ്ങളിലേക്കാണ് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യർക്ക്, ഒരു വിശ്വാസിക്ക് പോകാൻ പാടുള്ളത്. അതല്ലാതെ ഏത് മക്ബറയിൽ പോയിട്ടും അള്ളാഹു അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഈ 3 സ്ഥലങ്ങളിലേക്കാണ് പ്രവാചകനോട് പറഞ്ഞത്, ഇവിടെ പോയാൽ, ഇവിടെ ദൂരങ്ങൾ യാത്ര ചെയ്തു പോയാൽ പ്രതിഫലമുണ്ടെങ്കിൽ ഈ 3 പള്ളികളാണ്. അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തേതായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണേ, അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടുകാരെ പുറത്താക്കുകയാണ്. എന്തിന്റെ പേരിലാണ്? തൗഹീദ് പറഞ്ഞതിന്റെ പേരില്. അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന നാട്ടുകാർ, അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന നാട്ടുകാർ അള്ളാഹുവിന്റെ പ്രവാചകനെ ആട്ടി പുറത്താക്കുകയാണ്. മക്കയിലെ മണൽത്തരികളെ പ്രവാചകൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. മക്കയിലെ ഓരോ മണൽത്തരികളെയും പ്രവാചകൻ ആ സന്ദർഭത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. എന്നിട്ട് പറയുന്നു, വല്ലാഹി ഇന്നക ലഖൈറു അർദില്ലാഹ്, വല്ലാഹി ഇന്നക ലഖൈറു അർദില്ലാഹ് വഅഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ് വലൗലാ അന്നി ഉഖ്രിജതു മിൻകി മാ ഖറജ്തു. അല്ലയോ മക്ക, അല്ലയോ മക്ക, അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് നിന്നെ മക്ക. എന്റെ നാട്ടുകാര് എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിട്ട് പോകുമായിരുന്നില്ല മക്ക. വളരെയധികം പ്രതിഫലമുള്ളതാണ്, വളരെയധികം പ്രതിഫലമുള്ളതാണ്. അപ്പൊ ആ നാട്ടിലേക്ക് എന്തിനാ പോകുന്നത്? അതൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇബാദത്താണ്, അള്ളാഹുവിന് വേണ്ടിയുള്ള വജ്ഹ. വേറെ ഒന്നും അവിടെ ലക്ഷ്യമില്ല, വേറെ അവിടെ ഒരു കാര്യമില്ല, ഇബാദത്താണ്. അതുകൊണ്ട് ആ ഇബാദത്തിന് വേണ്ടി, ആ റബ്ബിന്റെ വജ്ഹിന് വേണ്ടി മാത്രം ഇനിയുള്ള ആർക്കൊക്കെ ഭാഗ്യം കിട്ടുന്നുണ്ടോ അവരൊക്കെ ലക്ഷ്യം അതായിരിക്കണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നല്ലേ? മറ്റുള്ള ഏത് ലക്ഷ്യം വെച്ച് പോയാലും അത് ഇവിടുന്ന് കിട്ടും, നാളെ ഉണ്ടാവൂല. ഹാജിയാർ എന്ന് പേരൊക്കെ വരും, ഹജ്ജുമ്മ എന്ന് പേര് വരും, പക്ഷേ നാളെ അത് അള്ളാഹുവിന്റെ അള്ളാഹു നാളത്തെ കോടതിയിൽ നമ്മുടെ കിതാബിൽ അത് എഴുതി വെക്കൂല. ആർക്ക് വേണ്ടിയാണ് ചെയ്തത് അവരുടെ അടുത്ത് പോയി വാങ്ങിക്കും. നാട്ടുകാർക്ക് വേണ്ടിയല്ലേ? ഒരു ഹജ്ജിന്റെ പുറമെ 2 ഹജ്ജിന്റെ പുറമെ 3 ഹജ്ജിന്റെ പുറമെ ഇതിങ്ങനെ അത് ഭാഗ്യം കിട്ടുകയൊക്കെ ചെയ്യട്ട, നീയത്തിനനുസരിച്ചാണ്. പക്ഷേ ചില ആളുകൾ അതിനു വേണ്ടി ഇവിടെയുള്ള പേരും പ്രശസ്തിക്കും വേണ്ടി മാത്രം നടക്കുന്ന ആളുകളുണ്ട്. എത്ര ആളുകൾ, അയൽവാസി ഇങ്ങനെ പട്ടിണിയിൽ കുടുങ്ങി വീടിങ്ങനെ പൊളിഞ്ഞു നിൽക്കാനാണെങ്കിലും മൂപ്പര് 6-7 ലക്ഷം രൂപ കൊടുത്ത് വീണ്ടും പോകും. പലരും ഇതൊക്കെ കണ്ടറിയണം.
എത്ര ആളുകളാണ് ഈ രീതിയിൽ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പറഞ്ഞു, വഹാദൽ ബലദിൽ അമീൻ. ആ നാടിന് മഹത്വമുണ്ട്, ആ നാട്ടിലേക്ക് പോകുമ്പോൾ മഹത്വമുള്ള മനസ്സ് വെച്ച് പോവണേ. വഹാദൽ ബലദിൽ അമീൻ. അല്ലാഹു സത്യം ചെയ്യാൻ ഉപയോഗിക്കുകയാൽ മക്കയെ പിടിച്ച് റബ്ബ് സത്യം ചെയ്യുകയാൽ, സത്യം ചെയ്യുമ്പോൾ നമുക്ക് അതിന് അർഹതയില്ല. അല്ലാഹു സൃഷ്ടിച്ച പലതിനെയും പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കതിന് അർഹതയില്ല. അള്ളാഹുവിനാണ് അതിന് അർഹതയുള്ളത്. വഹാദൽ ബലദിൽ അമീൻ. മറ്റൊരിടത്ത് കാണാം, ആ സൂറത്തിൽ തന്നെയുണ്ട്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ഈ മക്കയെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. നീ ആകട്ടെ ഈ രാജ്യത്തിന്റെ നിവാസിയാണ് താനും. അപ്പോൾ വളരെ പ്രതിഫലമാണ്. സലാത്തും ഫിൽ മസ്ജിദി ഹാദാ അഫ്ളലു മിൻ അൽഫി സ്വലാത്തി ഫീമാ സിവാഹു ഇല്ലാ മസ്ജിദുൽ ഹറം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, എന്താ, എൻ്റെ മദീന പള്ളിയിൽ ഒരു വക്ത് നമസ്കാരത്തിന് 1000 വക്ത് നമസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട്. എന്നാലോ ഹറമിൽ അങ്ങനെയല്ല. 1,00,000 വക്ത് നമസ്കാരത്തിന്റെ പ്രതിഫലമാണ്. അത്രയും പ്രതിഫലമുള്ള മണ്ണിലേക്ക് തഖ്വയുള്ള ഹൃദയത്തോടെ, തഖ്വയുള്ള ഈമാനോട് കൂടി പോകണമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രവാചകൻ ഓരോ വ്യക്തമായ കാര്യങ്ങളും അന്ന് ആ മണ്ണിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഖുത്ബയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ജാഹിലിയ്യ കാലത്തെ എല്ലാ ദുരാചാരങ്ങളെയും ഞാനിതാ കുഴിച്ചു മൂടുകയാണ്. പലിശയെ കുഴിച്ചു മൂടുകയാൽ ആദ്യമായി കുഴിച്ചു മൂടുന്ന പലിശ എൻ്റെ പ്രതിവ്യനായ ഇബ്നു അബ്ബാസിന്റെ പലിശയാൽ കുടുംബത്തിനും തുടങ്ങി. വീണ്ടും പറഞ്ഞു, എല്ലാ പ്രതികാരങ്ങളും കുഴിച്ചു മൂടുകയാൽ അവസാനിപ്പിച്ചിരിക്കുകയാൽ ഒന്നാമതായി അവസാനിപ്പിക്കുന്ന എൻ്റെ അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഹാരിസിന്റെ റബീഅയുടെ പ്രതികാരമാണ്. ഓക്കെ, എത്ര അല്ലാഹുവിന്റെ റസൂൽ വളരെ വളരെ കുടുംബത്തിൽ തുടങ്ങുകയാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ദഅവത്ത് നടത്തുന്നത്. ലക്ഷത്തോളം വരുന്ന സഹാബാക്കൾക്ക് ഇന്ന് മൈക്കയുണ്ട്, വിളിച്ചു പറയാം അല്ലേ? അന്നുള്ളത് മൈക്കയില്ല. മുബല്ലിഗായിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു നിർത്തുകയാണ്. ഏറ്റു പറയാൻ വേണ്ടി സഹാബാക്കളെ നിർത്തിയിട്ടുണ്ട്. എങ്കിലും ഈ 1,00,000 വരുന്ന സഹാബാക്കളെ എങ്ങനെ കേൾപ്പിക്കാം? വളരെ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടതുണ്ട്, എല്ലാ പലിശയും അടിച്ചമർത്തുകയാണ്. സ്ത്രീകളുടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണ് കെട്ടിയവരുണ്ട്, പെണ്ണ് കെട്ടാൻ പോകുന്നവരുണ്ട്, മുട്ടായി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്. മുട്ടായി കൊടുക്കുമ്പോൾ അതൊരിക്കലും ദീനിന്റെ ഭാഗമല്ല. ഈ കാര്യം ഉണർത്തുകയാണ് ഈ അവസരത്തിൽ. ചില ആളുകളുണ്ട്, നിക്കാഹൊക്കെ കഴിയാതെ തന്നെ ഫോണും അതുപോലെ തന്നെ വലിയ മിഠായിയുടെ അൽമറ പോലെയുള്ള, മയ്യത്ത് പെട്ടി പോലെയുള്ള വലിയ മിഠായികളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. എന്തിനാ? കുടുംബത്തിന്റെ മഹിമ നിലനിർത്താൻ വേണ്ടിയിട്ട്. ആലോചിക്കണം, എത്ര വൃത്തികെട്ട പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകളുടെ വിഷയത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അയ്യുഹന്നാസ് ഫഇന്ന ലക്കും അലാ നിസാഇകും ഹഖ്ഖാ. ജനങ്ങളെ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അവർ നിങ്ങളുടെ അടുക്കലുള്ള ഒരു അമാനത്താണ് കേട്ടോ. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ വാപ്പാക്ക് വിളിക്കുന്നവരുണ്ട്, പെണ്ണിന്റെ ഉമ്മാക്ക് വിളിക്കുന്നവരുണ്ട്, പെണ്ണിന്റെ തറവാടിനെ കുറിച്ച് പറയുന്നവരുണ്ട്. ആ ഒരു നിക്കാഹിന്റെ ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ നിക്കാഹിന്റെ ദിവസം പെണ്ണിന്റെ വാപ്പ നിങ്ങളുടെ കൈകളിൽ വെച്ച് തരുകയാൽ, ആ അമാനത്ത് നിങ്ങളുടെ കൈകളിൽ വെച്ച് തരുകയാ. എന്നിട്ട് പറയുകയാൽ, പൂർണ്ണമായി തൃപ്തിപ്പെടുകയാൽ, പൂർണ്ണമായി ഇഷ്ടപ്പെടുകയാൽ ഞാൻ നിനക്ക് നൽകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ പിതാവിന്റെ കണ്ണുനീര് വരുമ്പോ, പ്രിയമുള്ളവരെ ആലോചിക്കണം. ചുമരിലേക്ക് തലയടിച്ച് പൊട്ടിക്കാനോ അല്ലെങ്കിൽ കിട്ടിയതെടുത്ത് മോത്തിക്ക് വലിച്ചെറിയാനോ ഉള്ളതല്ല പെണ്ണെന്ന് പറഞ്ഞാൽ അത് അമാനത്താൻ, മക്കളെന്ന് പറഞ്ഞാൽ അത് അമാനത്താൻ. അതുകൊണ്ട് ആ ഹജ്ജത്തുൽ വിദാഇന്റെ
പ്രവാചകന്റെ അവസാനത്തെ ഖുത്ബയാ. റസൂൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, ആദ്യം തന്നെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, നാളെ ഇനി അടുത്ത വർഷം ഇതുപോലെ ഈ സമയത്ത് ഇതുപോലെ ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ജീവിതത്തിന്റെ മാതൃക, ജീവിതത്തിന്റെ ഓരോ കർമ്മങ്ങളും തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. അല്ലയോ ആദം സന്തതികളെ, എല്ലാ മുസ്ലിമീങ്ങളും പരസ്പരം സഹോദരങ്ങളാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഒരു ഏറ്റവും മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ തന്റെ നാവിൽ നിന്നും അവന്റെ കരങ്ങളിൽ നിന്നും മറ്റുള്ളവൻ രക്ഷപ്പെടണം. എന്റെ കരങ്ങളിൽ നിന്നും, എന്റെ മുസ്ലിം, എന്റെ പ്രിയപ്പെട്ട അയൽവാസികൾ എന്റെ നാവിൽ നിന്നും എന്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെടണം. എങ്കിലേ ഞാൻ മുസ്ലിമാവുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങളാണോ എന്ന് ചിന്തിക്കുക. പിന്നെ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, തറക്തു ഫീകും അംറീ, അല്ലയോ സഹാബാക്കളെ, രണ്ടേ രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോവുകയാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോവുകയാണ്. ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ്, കിതാബുല്ലാഹ്. പ്രവാചകന്റെ മുടിയല്ല, പ്രവാചകന്റെ വടിയല്ല, പ്രവാചകൻ ഉപയോഗിച്ച പാനപാത്രങ്ങളല്ല, പ്രവാചകന്റെ കട്ടിലല്ല. ഞാൻ വിട്ടേച്ചു പോകുന്നത് കിതാബുല്ലാഹ്, ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ്. രണ്ടാമത്തേത് വസുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യകളാണ്. ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കണേ, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണേ എന്ന് പറയാൻ കാരണമുണ്ട്. എന്താ കാരണം? ഈ കാലഘട്ടം കടന്നു വരുമ്പോ, ഓരോ കാലഘട്ടങ്ങളും മാറി വരുമ്പോ അതിനെ തകർക്കാൻ, സുന്നത്തിനെ തകർക്കാൻ പലരും കടന്നു വരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, അത് അണപ്പല്ലുകൊണ്ട് എത്രത്തോളം മുറുക്കി പിടിക്കാൻ കഴിയുമോ അത്രത്തോളം മുറുക്കി പിടിക്കണം. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ദീനിങ്ങനെ അവസാന കാലഘട്ടം എത്തുമ്പോൾ ചൂടുകട്ട അത് കയ്യിൽ പിടിക്കുന്ന പോലെ ആയിരിക്കുന്ന അത്ര വിഷമകരമായ അവസ്ഥയാണ്, അല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടാവും പലർക്കും. എന്തുകൊണ്ടാണത്? ആ ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും അധികം സൂക്ഷിക്കുന്നവരായി, ഈ മാസത്തെ, ഈ ദിവസങ്ങളെ ഏറ്റവും പവിത്രതയോടെ മാനിക്കുന്നവരായി നാം മാറുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ. അസ്തഗ്ഫിറു ഇന്നഹു മലികും ബർറുർ റഊഫുർ റഹീം. الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أيها الإخوان والأخوات، اتقوا الله عباد الله وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ബലിപെരുന്നാൾ ദിവസം നമ്മിലേക്ക് കടന്നു വരികയാണ്. ത്യാഗോജ്ജലമായ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹാജറ ബീവിയുടെയും സ്മരണകൾ അയവിറക്കിക്കൊണ്ട്, കുടുംബബന്ധം പുലർത്തിക്കൊണ്ട്, നന്മകൾ ചെയ്തുകൊണ്ട് ഏറ്റവും ഉത്തമനായ മുഅ്മിനായി, മുഖ്ലിസായി, മുവഹിദായി ജീവിക്കുവാനുള്ള ഒരു ദിവസമാണെന്ന്. അന്ന് കളങ്കമില്ലാത്ത ഇബാദത്തുകൾ, അന്ന് ഏറ്റവും നല്ല സ്നേഹ സൗഹൃദങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, അന്ന് ചില സുന്നത്തുകളുണ്ട്, ഓർമ്മിപ്പിക്കേണ്ടതില്ല, എങ്കിലും സന്ദർഭോചിതമായിട്ട് ഉണർത്തുകയാണ്. ഒന്നാമത്തേതായിട്ട് കുളിക്കുക എന്നുള്ള സുന്നത്ത്, അത് നാം ഏവരും ചെയ്യുന്നവരാണ്. അത് ചെയ്യേണ്ടത് നമസ്കാരത്തിൻ്റെ, നാം ഈദ്ഗാഹിലേക്ക് പോകുന്നതിന് മുമ്പാണ്. അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ള സുന്നത്ത്, അത് വളരെ നല്ലതാണ്. എന്താണ് കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല വസ്ത്രം ഈദുൽ അദ്ഹക്കും ഈദുൽ ഫിത്റിനും, അതായത് പെരുന്നാളിന് വേണ്ടി പ്രവാചകൻ നല്ല വസ്ത്രം വേറെ ഉണ്ടായിരുന്നു, ജുമഅക്ക് വേണ്ടി വേറെ വസ്ത്രം ഉണ്ടായിരുന്നു. പെരുന്നാളിന്റെ പ്രവാചകന്റെ വസ്ത്രങ്ങളിൽ പുള്ളിക്കുത്തോ വരയോ കാണാമായിരുന്നു. അതിനുവേണ്ടി, പെരുന്നാളിന് വേണ്ടി വേറെ പ്രത്യേക വസ്ത്രം പ്രവാചകൻ മാറ്റിവെച്ചിരുന്നു എന്ന് സഹാബാക്കൾ പറയുന്നത് കാണാം. പിന്നെ നമ്മുടെ സുഗന്ധം പൂശുക, അതൊരു ഇബാദത്ത് സുന്നത്താണ്. അതുപോലെ തന്നെ ഭക്ഷണം
ഭക്ഷണം കഴിക്കുന്നത് ബലിപെരുന്നാളിന് ബലിപെരുന്നാളിന് ഒന്നും കഴിക്കാതെയാണ് ബലിപെരുന്നാളിന് പോകേണ്ടത്. ഈദുൽ ഫിത്തറിന് ഒരു കാരക്കയെങ്കിലും കഴിച്ചുകൊണ്ട് പ്രവാചകൻ ഈദ്ഗാഹിലേക്ക് പോകുമായിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ തക്ബീർ ചൊല്ലുക. അറഫാ ദിവസത്തിന്റെ 9ാമത്തെ അറഫാ ദിവസത്തിന്റെ അന്ന് പ്രഭാതം മുതൽ അയ്യാമുൽ തശ്രീഖിന്റെ അവസാനം അസ്ർ വരെ ചെല്ലാറുണ്ടായിരുന്നു എന്ന് കാണാം. അതുപോലെ ചില സഹാബാക്കൾ മഗ്രിബ് വരെ ചെല്ലാറുണ്ടായിരുന്നു എന്നും കാണാം. ഏതായാലും ഏറ്റവും നല്ല രീതിയിൽ അത് അവതരിപ്പിക്കുക, തക്ബീറിനെ പഠിക്കുകയും അത് ചൊല്ലുകയും ചെയ്യുക. ചില ഹദീസിൽ കാണാം സഹാബാക്കളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ട് ഇറങ്ങുമായിരുന്നു. എന്നാൽ നമ്മുടെ ഈ ഒരു സമുദായത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ആ ഒരു രീതിയിലായിരിക്കണം അത് ചൊല്ലിക്കൊണ്ട് നാം പോകേണ്ടത്. അതുപോലെ തന്നെ ഈദ്ഗാഹിലേക്ക് നേരത്തെ പോവുക. ചില ആളുകൾ നമസ്കാരം കഴിഞ്ഞ് ആ ഹുതുബൊക്കെ കഴിഞ്ഞ് ഓടി വന്നിട്ട് പിന്നിൽ വന്ന് നിൽക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ അവസാനം വന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, പ്രവാചകൻ പറഞ്ഞത് ഏറ്റവും നേരത്തെ പോകുന്നതാണ് സുന്നത്ത്. പിന്നെ പറഞ്ഞു നടന്നു പോകാൻ കഴിയുന്നവർ നടന്നു പോകുന്നത് സുന്നത്താണ്. പിന്നെ പറഞ്ഞു നമസ്കാരം ബലിപെരുന്നാളിന്റെ നമസ്കാരം പ്രവാചകൻ നേരത്തെ ആക്കിയിരുന്നു. എന്നാലോ ചെറിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഈദുൽ ഫിത്തറിന്റെ നമസ്കാരം പ്രവാചകൻ കുറച്ച് വൈകിപ്പിച്ചിരുന്നു. പിന്നെ ദാനധർമ്മം ചെയ്യുക. ഈദുൽ ഫിത്തറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നമസ്കാരത്തിന്റെ ഈദ്ഗാഹിൽ നിന്ന് പിരിയുന്ന സമയത്ത് പ്രവാചകൻ ദാനധർമ്മം ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ദാനധർമ്മത്തിന് വേണ്ടി ബിലാൽ റളിയല്ലാഹുവിന്റെ കൈകളിൽ ഒരു പാത്രം കൊടുത്തുകൊണ്ട് അവിടെയുള്ള സഹാബാക്കളിൽ നിന്ന് ദാനധർമ്മത്തിന് വേണ്ടി സ്വീകരിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് കാണാം. അതുപോലെ 9ാമത്തായിട്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ആശംസ നേരുക. ആശംസ നേരാൻ പ്രവാചകൻ എന്ന മാതൃക തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നുള്ള ചുരുങ്ങിയ രീതിയിൽ നിങ്ങൾക്ക് ആശംസ നേരാം. പിന്നെ മറ്റതായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച മറ്റൊരു സുന്നത്താണ് ഒരു വഴിയിലൂടെ പോയിട്ട് മറ്റൊരു വഴിയിലൂടെ വരിക എന്നുള്ളത്. അതിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിയിലും വരുന്ന വഴിയിലൊക്കെ ആളുകൾ പ്രയാസത്തിലും പ്രശ്നത്തിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കുവാനും അതുപോലെ തന്നെ അവർക്ക് ഒരു തണലാകുവാനും താങ്ങാകുവാനും ഒക്കെ വേണ്ടിയാണ് പ്രവാചകൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നത് എന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു സുന്നത്ത് നമസ്കാരം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. ഈദ്ഗാഹിൽ നിന്ന് വീട്ടിലെത്തി കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. അടുത്തതായിട്ട് കുടുംബ ബന്ധങ്ങൾ പുലർത്തുക. നാം ആലോചിക്കേണ്ടത് നമ്മൾ വർഷങ്ങളായി തെറ്റി നിൽക്കുന്ന പിണങ്ങി നിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഭാഗത്തായിരിക്കും ശരി, നമ്മുടെ ഭാഗത്തായിരിക്കും ഏറ്റവും നല്ല കറക്റ്റ്. പക്ഷേ തെറ്റ് ചെയ്തത് അവരാണെങ്കിലും ഈ പള്ളിയുടെ പടിയിറങ്ങുന്നതിന് മുമ്പ് നാം ആലോചിക്കുക, അള്ളാഹുവിന് വേണ്ടി ലാളിത്യത്തോടെ എളിമത്തത്തോടെ ആരുടെ മുമ്പിലും ഒരു സോറി പറയാൻ ഒരു മടിയുമില്ല. കാരണം എന്താ? നമ്മുടെ മയ്യത്ത് കട്ടിൽ ചുമന്നു കൊണ്ടുപോകുന്നത് നമ്മുടെ കുടുംബക്കാരാണ്. നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ആരാ? നമ്മുടെ കുടുംബക്കാരാ. അവരോടാണ് നമ്മൾ ഈ അഹങ്കാരം കാണിച്ചു നിൽക്കുന്നത്. മയ്യത്ത് എന്നാ വിളിക്കുന്നത് അല്ലേ? മരിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മളെ കുടുംബക്കാരെ നാട്ടുകാരെ നമ്മളെ വിളിക്കുന്നത് എന്താ? മയ്യത്ത് എന്നാ വിളിക്കുന്നത്. ആ മയ്യത്ത് നമ്മളെ ചുമന്നു കൊണ്ടുപോകുന്നത് ഏറ്റവും നമ്മൾ വെറുത്തിരുന്ന ആളായിരിക്കാം ചുമന്നു കൊണ്ടുപോകുന്നത്. ഏറ്റവും നമ്മൾ വെറുത്ത ആളായിരിക്കാം നമ്മുടെ മയ്യത്തിന്റെ വെള്ളം ഒഴിച്ചു തരുന്നത്. അതുകൊണ്ട് എന്തിനാണ് ഈ ദുനിയാവിൽ ഇങ്ങനെ അഹങ്കാരം വെച്ച് നടന്നിട്ട് എന്താ കാര്യമെന്ന് പണ്ഡിതന്മാർ നമ്മളോട് വീണ്ടും വീണ്ടും പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ ഒരു ഹജ്ജും ഈ ഒരു മാസവും ഈ ഒരു ദിവസങ്ങളും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ലാളിത്യമാണ്, എളിമയുള്ള ജീവിതമാണ്. ഏറ്റവും നല്ല സന്ദേശം മനുഷ്യനതാണ് നൽകുന്നത്. നല്ല മനസ്സാണ്. നന്മയിലേക്ക് കടന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ലത് നന്മ കൊണ്ട് മറികടക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഏറ്റവും നല്ല മുഅ്മിനീങ്ങളായി മുവഹ്ഹിദീങ്ങളായി അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന മുഅ്മിനീങ്ങൾ മുവഹ്ഹിദീങ്ങൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരന്റെ ഭാര്യ ഇന്നലെ ആക്സിഡന്റിൽ വെച്ച് മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് സ്വർഗം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിങ്ങിന്റെ മുകളിൽ തീ പിടിച്ചുകൊണ്ട് ഒരുപാട് സഹോദരങ്ങൾ ഖത്തറിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. അവർക്ക് അള്ളാഹു അവരുടെ കുടുംബത്തിന് തണലും സഹായവും അള്ളാഹു നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. പടച്ചവനെ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. പടച്ചവനെ, അള്ളാഹുവെ, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. പടച്ചവനെ, എല്ലാ പാപങ്ങളും നീ മാപ്പാക്കി തരണേ. പടച്ചവനെ, അള്ളാഹുവെ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ പല രാജ്യങ്ങളിലും പീഡിപ്പിക്കപ്പെടുകയാണ്. ഗസായിലെ, ഫലസ്തീനിലെ, ലബനാനിലെ എല്ലാ സഹോദരങ്ങൾക്കും നീ നിർഭയത്വം നൽകണേ. പടച്ചവനെ, എല്ലാവർക്കും നീ നിർഭയത്വം സമാധാനം നൽകണേ. പടച്ചവനെ, അവർക്ക് നീ
പ്രതീക്ഷ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഓരോ കാലഘട്ടത്തിലും കഴിഞ്ഞുകൂടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ പടച്ചവനെ, അവർക്ക് നീ സമാധാനം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ പടച്ചവനെ പല പ്രയാസങ്ങളും കടങ്ങളും കടബാധ്യതകളും മക്കളുടെ കല്യാണങ്ങളും എല്ലാം പറഞ്ഞ് ദുആവസീയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ഹലാലായി മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ പടച്ചവനെ. കടങ്ങൾ വീട്ടിൽ കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ആശുപത്രികളിൽ രോഗികളായി കരയുന്ന അലമുറയിട്ട് പ്രവർത്തിക്കുന്ന ആ ആളുകൾക്ക് നീ സമാധാനം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, എല്ലാം നിന്നോട് ചോദിക്കുന്ന പടച്ചവനെ, എല്ലാ സഹായങ്ങളും നിന്നോട് ചോദിക്കുന്ന പടച്ചവനെ, എല്ലാ ശരണങ്ങളും നിന്നോട് തേടുന്ന പടച്ചവനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم انصر إخوان المسلمين في فلسطين. اللهم انصر إخوان المسلمين في رفح. اللهم انصر إخوان المسلمين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.